ഹായ് കുട്ടീസ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കാലത്ത് ഫ്രഷ് ആയതിന് ശേഷം ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. ഇവിടെ ചൂട് ഭയങ്കര കൂടുതലാണ്. എൻ്റെ സ്കിന്നാണെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോയ്സ്ചറൈസർ ക്രീം അത്യാവശ്യമാണ്. അത് കാരണം വാരിക്കൊരി തേക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മൾ തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി കഴുകാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരിയൊക്കെ കഴുകി ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ അരി കഴുകിയിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ കുക്കറിൽ ചോറ് വയ്ക്കുകയാണ്. ഇത് ഒരു വിസിൽ വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ തനുവിന് പാൽ ഉണ്ടാക്കണം. അത് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തനു എനിക്ക് വരുമ്പോൾ വേഗം കണ്ട് കൊടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം പിന്നെ നല്ലോണം പാൽ ഒഴിച്ചിട്ട് അവൾക്കുള്ളത് സെറ്റാക്കുന്നുണ്ട്. ഞാനിതിൽ പനങ്കൽക്കണ്ടാണ് ഇടാറുള്ളത്. പനങ്കൽക്കണ്ട ഇല്ലാണ്ട് വരുമ്പോൾ മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. പാലൊക്കെ തിളച്ച് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് വേഗം മാറ്റി വയ്ക്കാം. ഇത് പകർത്തിയിട്ട് ചൂടാറാൻ വയ്ക്കാം. അവൾ കുറച്ച് നല്ലോണം പച്ചവെള്ളമായാൽ മാത്രമേ അത് കുടിക്കുള്ളൂ. ചെറു ചൂടുണ്ടെങ്കിൽ ചില അങ്ങനെ കുടിക്കില്ല കേട്ടോ. അത് കാരണമാണ് നേരത്തോടെ തന്നെ തിളപ്പിച്ച് വെക്കണത്. ഏട്ടന് ഓഫീസിലേക്ക് ലഞ്ച് കൊടുത്തു വിടുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടക്കായ ഉപ്പേരി വെക്കാമെന്നാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടിരിക്കണ വെണ്ടക്കായാണ് കേട്ടോ. അത് കാരണം ആ ഒരു മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്രഷ്നെസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്തൊരു വെണ്ടക്കായാണ്. നമ്മളിത് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് മേടിച്ചു. പക്ഷേ ഓരോ കാരണമായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൊരു വെണ്ടക്കായാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് വേഗം നമുക്ക് അരിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കാം. ഉപ്പേരിയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഒരെണ്ണം ഉടച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ അത് പൊട്ട നാളികേരമായിരുന്നു. പണി പാളി. ഇനിയിപ്പോൾ വേറെ നാളികേരം ഒന്നും ഇരിക്കണില്ല. ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടാവും നാളികേരം. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയെക്കാളും ടേസ്റ്റ് എപ്പോഴും കുറച്ച് ചെറിയുള്ളി ഉണ്ട് വെച്ചാൽ അത് അരിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അരിഞ്ഞിട്ടല്ല, ചെറിയുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുമായിരിക്കും കേട്ടോ. ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഗോൾഡൻ കളറായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് വെണ്ടക്കായും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചാൽ മതി. പിന്നെ വെളിച്ചെണ്ണ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കിട്ടും ചെയ്യും. വെണ്ടക്കായ അവിടെ ഇരുന്നിട്ടൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളിന്ന് വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ പ്ലേറ്റ് വെച്ചിട്ട് വട്ടയപ്പത്തിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും വെണ്ടക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് ഡ്രൈ ആവണമെന്നാണ് ഏട്ടന് ഇഷ്ടം. ഇനി കുറവ് ഡ്രൈ ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഏട്ടന് നല്ലപോലെ ആയി കിട്ടണം. അപ്പോൾ അത് കാരണം അങ്ങനെയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഇറക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തനു അവിടെ എനിട്ടുണ്ട് കേട്ടോ. തനു അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് തനുവിനെ എടുത്തിട്ട് വരാം. പിന്നെ തനുവിനെ പല്ലേപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലേക്ക് വരുന്നത്. ആ സമയം കൊണ്ട് അവൾ അവിടെ ഇരുന്നിട്ട് പാല് കുടിച്ചോളും. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കാലത്ത് നിന്ന് വട്ടയപ്പം ആക്കിയത്. ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും വട്ടയപ്പം കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കിയത്. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കണമെന്ന് വെച്ചാലും ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഊറ്റിക്കളയും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ഈ കാണിക്കുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. ഈ തിളച്ച വെള്ളം കൊണ്ട് വന്നിട്ടാണ് ഈ ചെരിക്കണത് കേട്ടോ. അത് പലപ്പോഴും സ്ലിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ് കേട്ടോ. കാരണം ചൂട് നമ്മുടെ കൈമയ്ക്ക് നന്നായി എടുക്കുകയും ചെയ്യും. പിന്നെ ഈ പിടിക്കണതൊന്ന് വിട്ട് കഴിഞ്ഞാൽ ഫുൾ ചോറ് പോവുകയും ചെയ്യും കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഒരു പകുതിയോളം ചോറ് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. ആരും ഇത് ട്രൈ ചെയ്യരുത് കേട്ടോ. കണ്ടോ, ഇതേപോലെ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് പോവും കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ട് പിന്നെ ഏട്ടനുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഏട്ടനെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് എൻ്റെ ചായ കുടിക്കണ സമയം കേട്ടോ. അതുവരെ ഞാൻ ഒരു കപ്പ് വെള്ളം, കാലത്ത് ആ ഒരു കപ്പ് വെള്ളം കുടിക്കണം തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും കുടിക്കില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു 7:30 തൊട്ടിട്ട് ഒരു 10 മണി വരെയുള്ള ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.